ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ SANSA'S. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു മുരിങ്ങയില വെച്ചിട്ട് ഒരു തോരനാണ്. നമുക്ക് ഒരു 5 മിനിറ്റിനുള്ളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മുരിങ്ങയില തോരൻ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മുരിങ്ങയില ഒടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഫ്രഷ് ഇലയാണ്. ഞാൻ കൂടുതലും ടെൻഡറായിട്ടുള്ള ലീവ്സാണ് കൂടുതലും എടുത്തിട്ടുള്ളത്, കാരണം അതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഇലയെല്ലാം തണ്ടിൽ നിന്നും ഊരിയെടുത്ത് നല്ല കഴുകി വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഈ വിധത്തിൽ എല്ലാ ഇലയും ഒന്ന് ഒടിച്ചെടുത്ത് വൃത്തിയാക്കി എടുക്കാൻ പോവേ. അപ്പോൾ ഞാനിതുപോലെ ഓരോന്നായിട്ട് എടുത്ത് നന്നായിട്ട് നമ്മുടെ അതിൻ്റെ ബാക്കിൽ എന്തെങ്കിലുമൊക്കെ ജീവികളോ പ്രാണികളൊക്കെ ഉണ്ടോ നോക്കിയിട്ട് അതൊന്നും ഇല്ലാണ്ട് നല്ലതുപോലെ ഊരിയെടുത്ത് കഴുകി ഒന്നൊന്നായിട്ട് ഇലയെല്ലാം ഊരിയെടുത്ത് കഴുകി വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയെല്ലാം ഒന്നായിട്ട് എടുത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുരിങ്ങയിലെല്ലാം കഴുകി വൃത്തിയാക്കി ഞാനൊരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ തോരന് എടുത്ത് ആവശ്യമായി ചേർക്കേണ്ട സാധനങ്ങളും കൂടെ ഞാൻ അടുത്ത ബൗളിലേക്ക് വെച്ചിട്ടുണ്ട്. അതിന് ആവശ്യമായിട്ട് വേണ്ടത് ഒരു ചെറിയൊരു ബൗൾ നിറച്ച് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു കപ്പ് തേങ്ങ വരും. നമ്മൾ ആ മുരിങ്ങയിലേക്ക് ആവശ്യമായ ഒരു കപ്പ് തേങ്ങ. പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക്. ഇപ്പോൾ ഞാൻ അതിലേക്കൊരു 5 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. കാരണം മോളൊക്കെ കഴിക്കുന്നതുകൊണ്ട് എനിക്കിവിടെ അധികം എരിവ് ചേർക്കാൻ പറ്റില്ല. ഇതിൽ എന്തായാലും നമുക്കെല്ലാവർക്കും അറിയാം, മുരിങ്ങയിലയിൽ നന്നായിട്ട് എരിവ് ഉണ്ടെങ്കിലാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഞാനിവിടെ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകമാണ്, ചെറിയ ജീരകം. പിന്നെ വേണ്ടത് ഒരു 2-3 ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തെടുക്കുക. ഇത്രയാണ് നമുക്ക് അതിലേക്ക് മിക്സിയിലൊന്ന് പൊടിച്ച് ഇടേണ്ട സാധനങ്ങളായിട്ട് എടുക്കാനുള്ളത്. പിന്നെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. പാനിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തു വെച്ച മുരിങ്ങയിലെല്ലാം ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങയിലെല്ലാം തന്നെ ഞാൻ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മൂടി വെച്ചിട്ട് നന്നായിട്ട് മൂടി വയ്ക്കാം. കാരണം ആ ഒരു ആവിയിൽ നിന്ന് ഇലയൊക്കെ ഒന്ന് വെന്ത് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ഇനി മുരിങ്ങയില അവിടെ കുക്കായിക്കൊണ്ടിരിക്കെ നമുക്ക് മുരിങ്ങയില ഒന്ന് വെന്ത് കിട്ടുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് കൂടെ അത് കുക്കായ വേണ്ടതുണ്ട്. അപ്പോൾ മൂടി വെച്ചപ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി കുക്കായിക്കൊണ്ടിരിക്കെ ഇതിൻ്റെ ഗ്രീനിഷ് കളറൊക്കെ ഒരുപാട് പോയി ഒരു ഓവർ കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല മുരിങ്ങയില. അപ്പോൾ ഇനിയൊരു 2 മിനിറ്റും കൂടെ ആയിക്കഴിഞ്ഞാൽ അത് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കതിലേക്ക് ചേർക്കേണ്ട അരപ്പും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത് വെച്ച ചെറിയ ഉള്ളിയും ഒരു 5 പച്ചമുളകും ഒരു 1/2 ടീസ്പൂൺ ജീരകവും ഒരു ബൗൾ തേങ്ങയും കൂടെ ഞാൻ മിക്സിയിലിട്ട് ഒന്ന് അരച്ച് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് അരഞ്ഞ് മതി, ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഒന്ന് പൊടിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ഇനി നമുക്ക്
ഈ പൊടിച്ചെടുത്തിട്ടുള്ള അരപ്പ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ അരപ്പും ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ എന്ത് വേണം, മുരിങ്ങയില വെച്ച് ആ അരപ്പെല്ലാം ഒന്ന് കവർ ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഉപ്പ് ഇതിനൊക്കെ ചേർക്കുന്ന ഇതിൽ എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ അരപ്പ് ചേർക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ അരപ്പ് ഇട്ടതിന് ശേഷം പിന്നെയും ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അരപ്പിലേക്കൊക്കെ ഒന്ന് ആവി പിടിച്ചതിൻ്റെ ശേഷം പിന്നെ നമ്മൾ തുറന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോഴേക്ക് തന്നെ അത് കുക്കായിട്ടുണ്ട്. ഇത്രേ വേവുള്ളൂ. മുരിങ്ങയില ഒരുപാട് വെന്തതിൻ്റെ ഗ്രീൻ നിറം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് ഗുണമില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പരുവം. ഇതിനകത്ത് ഞാൻ വെള്ളമോ ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ ആ ഒരു മുരിങ്ങയില കഴുകിയ ആ വെള്ളത്തോട് കൂടി ഇട്ട് കുക്ക് ചെയ്തെടുത്തതാണ്. പിന്നെ മൂടി വെച്ച് വേവിക്കുമ്പോൾ തന്നെ അതൊന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഞാൻ ആ തേങ്ങയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കുന്നുണ്ട്. അത് 2 ടേബിൾ സ്പൂൺ ഓയിലാണ്. അതായത് നമ്മുടെ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതാണ് ഈ മുരിങ്ങയില തോരൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള ടേസ്റ്റ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ പിന്നെയും 1 മിനിറ്റോളം ഒന്ന് മൂടി വെച്ചു. ഇപ്പോൾ ആ വെളിച്ചെണ്ണയുടെ ഫ്ലേവർക്ക് ഈ പിന്നെ മുരിങ്ങയിലയിൽ പിടിച്ച് നല്ല ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ് മുരിങ്ങയില ഈ രീതിയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഇത് ഈ രീതിയിൽ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലാത്തവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മുരിങ്ങയിലയുടെ ഗുണങ്ങൾ പിന്നെ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു സർവിങ് ബൗളിലേക്ക് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വേണം കേട്ടോ. താങ്ക് യു.